ഫെഡറൽ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ഫെഡ്നെറ്റ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പൈസ അയച്ചു കൊടുക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഫെഡ്നെറ്റ്, ഫെഡ് മൊബൈൽ തുടങ്ങിയ ആപ്പുകളെ സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവ കാണുന്നതിനുള്ള പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എങ്ങനെ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ഫെഡ്നെറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി യൂസർ ഐ ഡി മറന്നുപോയി, അല്ലെങ്കിൽ അൺലോക്കായി, അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോയി എന്നുണ്ടെങ്കിൽ അവയെല്ലാം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ചു, ലോഗിൻ ചെയ്തു. ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എല്ലാം കാണാവുന്നതാണ്. ഇവിടെ 5337 രൂപയുണ്ട്. ഇനി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഏറ്റവും മുകളിൽ ഇടത് സൈഡ് 3 ലൈൻ കാണാം. ഞാനിവിടെ കാണിച്ചു. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് ട്രാൻസ്ഫർ ഫണ്ട്സ് എന്ന് പറഞ്ഞ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട്, അതായത് നമുക്ക് മറ്റൊരാളുടെ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നതിനുള്ള 1, 2, 3, 4, 5 ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പെട്ടെന്ന് അയക്കാൻ ക്വിക്ക് ട്രാൻസ്ഫർ, ഇതുപോലെയുള്ള കുറേ ഓപ്ഷൻസ്. ടു ഓണർ അക്കൗണ്ട്, നമ്മുടെ തന്നെ മറ്റു ഫെഡറൽ ബാങ്ക് അക്കൗണ്ട്, അതർ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട്, റിക്കറിംഗ് ട്രാൻസ്ഫർ, മൾട്ടിപ്പിൾ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല, ഇതാ ഇവിടെ കാണിച്ചു അതർ ബാങ്ക് അക്കൗണ്ട്, അതായത് നമ്മുടെ തന്നെ മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട്, SBIയോ ICICിയോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഏതെങ്കിലും ഒരാളുടെ നമുക്ക് അയച്ചു കൊടുക്കേണ്ട ആളുടെ SBI പോലുള്ള മറ്റേതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനാണ്. അതിനിതാ ഇവിടെ ഇങ്ങനെ ഫെഡറൽ ബാങ്ക്, അതർ ബാങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറേ അധികം ഓപ്ഷൻസ് കാണാം. ക്വിക്ക് പേയ്മെൻറ്റ്, ഇങ്ങനെ IMPS വഴി നമുക്ക് IMPSൻ്റെ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ക്വിക്ക് ട്രാൻസ്ഫർ, IMPS, RTGS, വലിയ എമൗണ്ടൊക്കെ അയക്കാനാണ് RTGS, NEFT ഒക്കെ, റിക്കറിംഗ് ട്രാൻസ്ഫർ. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് അയക്കാൻ പറ്റുന്നത് ക്വിക്ക് ട്രാൻസ്ഫർ ത്രൂ IMPS എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഞാനിവിടെ വരച്ച് കാണിക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് അയക്കാവുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജ് വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഉള്ള കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് അയക്കുന്നത് ആ ഡേറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. രണ്ടാമത്തേത് ഡെപ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഒന്നിലധികം ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാലൻസ് അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്നത് പേയ്മെൻറ്റ് എമൗണ്ട്, നമുക്ക് എത്ര രൂപയാണോ ഒരാൾക്ക് അയക്കേണ്ടത് ആ എമൗണ്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1000 രൂപയാണ് അയക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1000 രൂപ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത കോളം എന്ന് പറയുന്നത് ബെനിഫിഷ്യറി നെയിം, അതായത് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ പേര്. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, അയക്കേണ്ട ആളുടെ നമ്മൾ വെറുതെ അയാളുടെ പേര് ടൈപ്പ് ചെയ്ത് അയാളോട് ചോദിച്ച് അയാളുടെ ബാങ്കിൻ്റെ, അയക്കേണ്ട ഏത് ബാങ്കിലാണോ എത്തേണ്ടത് ആ ബാങ്കിൻ്റെ പാസ്ബുക്കിലുള്ള പേരായിരിക്കണം ടൈപ്പ് ചെയ്യാൻ. ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ആണ്, നമ്മുടെ ചാനലിൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് അയാളുടെ IFSC കോഡ്, അതായത് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ പാസ്ബുക്കിലുണ്ടാവും. അയാളോട് ചോദിക്കുക, അയാളുടെ പാസ്ബുക്കിലുണ്ടാവും IFSC കോഡ്. ആ IFSC കോഡ് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിന് അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പറാണ്. അതായത് ആർക്കാണോ അയക്കുന്നത് അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആ നമ്പർ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള കോളത്തിലും അതേപോലെ ടൈപ്പ് ചെയ്യുക. അതായത് നമ്മൾ നമ്പർ തെറ്റിപ്പോകാതിരിക്കാനാണ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ തെറ്റിപ്പോയാൽ നമ്മൾ വേറെ ആൾക്കെങ്കിലും ആണ് പൈസ അയച്ചു കൊടുത്താൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ 2 കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 ശരിയാണെങ്കിൽ നമുക്ക് കറക്റ്റാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അയക്കുന്ന പൈസ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും. അതിനാണ് ഈ 2 കോളത്തിൽ നമ്മൾ അയാളുടെ കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന കോളം എന്ന് പറഞ്ഞാൽ റിമാർക്സ് എന്ന് പറഞ്ഞൊരു കോളമാണ്. അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ 2ലും ഒരേപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പൈസ സെൻഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2ലും, അതായത് നമ്മൾ പാസ്ബുക്ക് മറ്റൊരാൾക്ക് അയക്കുമ്പോൾ അയാളുടെ പാസ്ബുക്കിലുള്ള നമ്പർ നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നോക്കി അതേപോലെ ടൈപ്പ് ചെയ്ത് വേണം അയക്കേണ്ടത്. ഇനി
റിമാർക്സ് എന്ന് പറഞ്ഞ കോളം വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. എന്നാലും നിങ്ങളവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ഗിഫ്റ്റ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച പൈസ തിരിച്ച് അയാൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിൽ റീപേയ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ലോൺ ഇതാക്കുന്നതാണെങ്കിൽ ലോൺ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്യാഷ് ട്രാൻസ്ഫർ എന്നോ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഒന്ന് എഴുതി കൊടുക്കുക. ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം താഴെ കാണുന്ന ഗ്രീൻ ബട്ടൺ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൺഫർമേഷൻ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആണ്. അതായത് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യമല്ല ശരിയാണോ എന്ന് നോക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമുക്ക് അയാളുടെ പേര്, അയക്കേണ്ട ആളുടെ പേര്, അക്കൗണ്ട് നമ്പർ, എത്ര എമൗണ്ട്, എല്ലാ കാര്യവും കാണാം. IFSC കോഡ് ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക്, അതായത് ഫെഡറൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഈ ഫോണിൽ തന്നെയാണെങ്കിൽ അതിലേക്കൊരു മെസ്സേജ് വരും. അതിലൊരു 6 അക്ക OTP ഉണ്ടാവും. ഒരു നമ്പറാണ്. ആ നമ്പർ ഇതുപോലെ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് OTP എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ കാണാം. ഞാനിത് ഇവിടെ കാണിക്കുന്നുണ്ട്, റിക്വസ്റ്റ് OTP. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടെ മെസ്സേജ് അയക്കുന്ന ഒരു ഓപ്ഷനാണത്. അപ്പോൾ രണ്ടാമത് അയക്കുമ്പോൾ ഒരു മെസ്സേജ് വരും, അത് നിങ്ങൾക്ക് കിട്ടും. ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തിട്ട് ആ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. നമുക്ക് ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ പൈസ സെൻഡായി. എനിക്കിവിടെ വീണ്ടും മെസ്സേജ് വന്നു. SBIയിൽ നിന്നാണ് മെസ്സേജ് വന്നത്, ഫെഡറൽ ബാങ്കിന് വന്നത്. അതായത് ഫെഡറൽ ബാങ്കിൽ നിന്ന് പൈസ SBIയിലേക്ക് മാറിയിട്ടുണ്ട്, SBIയിൽ മാറി എന്നുള്ള മെസ്സേജും വന്നിട്ടുണ്ട്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡും ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഈസി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബാങ്കിൽ പോകുക ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ വന്നിട്ട് നമ്മുടെ ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ നമ്മുടെ ബാലൻസ് കാണാം. 5000 സംതിങ് ആയിരുന്നു, അതിപ്പോൾ 1000 രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.